ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ലൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന പാൽ പായസമാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് 2 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബനാന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിനായി ഞാനിവിടെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ എടുത്ത് അതിലേക്ക് പൊടിച്ചു വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം നന്നായി തിളച്ച് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടാ. ഇനി കാഷ്നട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കിസ്മസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും കിസ്മസും ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏത്തപ്പഴം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഉരുളി വെച്ച ശേഷം അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ട്ടാ. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കരിഞ്ഞു പിടിക്കാതെ നമുക്ക് ഒരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സേമിയ പകുതി വേവായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് വഴറ്റി വെച്ച ബനാന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. നമ്മുടെ സേമിയയും ബനാനയും വെന്ത് വരുമ്പോഴേക്കും വീഡിയോ ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് തിരിച്ചു പോരേട്ടാ. പായസത്തിനായി നിങ്ങൾ പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കി തിരഞ്ഞെടുക്കണം കേട്ടോ. എനിക്കിവിടെ അത്ര പഴുത്ത പഴം ഇത്തവണ കിട്ടിയില്ല. ഇപ്പോൾ നമ്മുടെ സേമിയയും ബനാനയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരപ്പാനി ഒന്ന് മിക്സ് ആവുന്നതിനായി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ ശർക്കരപ്പാനി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാസ്ചറൈസ്ഡ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച കാഷ്നട്ടും കിസ്മസും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.